ഏവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഇന്ന് രാവിലെ എനിക്ക് ലഭിച്ച ഒരു ഫോൺ കോൾ, ഒരു വാട്സാപ്പ് സന്ദേശം, ഇത് രണ്ടിനെയും ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിടുക മാത്രമാണ് ഈ ചെറിയ വീഡിയോയുടെ ലക്ഷ്യം. ആദ്യമായി ഫോൺ സന്ദേശത്തെപ്പറ്റി പരാമർശിക്കട്ടെ. ഇത് രാവിലെ സൂക്ഷ്മം 6 മണിയോടെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്വരം. ഞാൻ അദ്ദേഹത്തോട് സശ്രദ്ധം സംസാരിച്ചപ്പോൾ, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നന്നേ വിദ്യാഭ്യാസം കുറവായ വ്യക്തിയാണ്. മലയാളം കഷ്ടിച്ച് വായിക്കാൻ കഴിയും. ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും അറിയില്ല. ഏകനായിട്ടാണ് താമസിക്കുന്നത്. സാമ്പത്തികമായ പരാധീനതയുണ്ടെങ്കിലും പട്ടിണിയില്ലാതെ കഴിയുന്നു. സ്വന്തം അധ്വാനത്തിൽ ഒരു ചെറിയ വീടും അല്പം പുരയിടവും സ്വന്തമായിട്ടുണ്ട്. അവിടെ താമസിക്കുന്നു. ഏകാന്തനായിട്ടാണ് താമസിക്കുന്നത്. സഭ അദ്ദേഹത്തെ, കത്തോലിക്കനായിരുന്നുവെങ്കിലും സഭ അദ്ദേഹത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ കൈയൊഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയില്ല. കാരണം ആരെങ്കിലും പറയുന്നത് കേൾക്കുകയല്ലാതെ എൻ്റെ ഒരു ജിജ്ഞാസ കൊണ്ട് ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്ന സ്വഭാവം എനിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഗോസിപ്പി ക്യൂറിയോസിറ്റി അതെത്രയും ഒഴിവാക്കണം എന്ന് വളരെ നിർബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നെ വളരെ വളരെ സ്പർശിച്ചു. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ വീഡിയോകൾ ആകസ്മികമായി കാണുവാനിടയായി. അതിലെ ഓരോ വീഡിയോകളും എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനാണെങ്കിലും എനിക്ക് ആത്മീയമായ ആഴമുള്ള ആശയങ്ങളെ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ ആശയവും എനിക്ക് വളരെ സ്പഷ്ടമാണ്. അത് തിരിച്ചറിയുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വന്ന് എന്നെ കണ്ടാൽ കൊള്ളാവുന്ന താല്പര്യമുണ്ട്. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്രകാരമുള്ള ആത്മീയ ചൈതന്യമുള്ള വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുവാൻ സാധിക്കുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ടാണ്, സമ്പാദ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇപ്രകാരം ഫോണിൽ കൂടെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിട്ടതിൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം അദ്ദേഹത്തിന് നൽകിയ ആത്മീയമായ ആ താല്പര്യങ്ങളും ആത്മീയമായ ആന്തരിക മൃദുലകളും, സ്പിരിച്വൽ സെൻസിറ്റിവിറ്റീസ്, ആത്മീയമായ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിയും, അത് സാധാരണ ബുദ്ധിയല്ല, ആത്മാവ് നൽകുന്ന ബുദ്ധിയുണ്ട്. ആത്മാവിനെ തിരിച്ചറിയുന്നു എന്ന ഒരു പദപ്രയോഗം ഞാനിതിന് മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വിദ്യാഭ്യാസപരമായ പോരായ്മകൾ ഒരു വലിയ വിലങ്ങടിയാകേണ്ട കാര്യമില്ല എന്നത് വീണ്ടും സ്ഥാപിക്കത്തക്കവണ്ണം, അപ്രകാരമുള്ള എൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കത്തക്കവണ്ണമുള്ളതായിരുന്നു ഇന്നത്തെ രാവിലെ സംഭാഷണം. അതുകൊണ്ടാണ് അത് നിങ്ങളുമായി പങ്കിടണം എന്ന് എൻ്റെ മനസ്സെന്നെ നിർബന്ധിച്ചു. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ ക്ലേശകരമാണ്, ജഠിലമാണ് എന്ന് പലപ്പോഴും ചില ആളുകളൊക്കെ പരാതിപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വിദ്യാഭ്യാസ ശൂന്യനായ ഈ സഹോദരൻ്റെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ സമീപനം ശ്രദ്ധിക്കുന്നത് അവർക്ക് പ്രയോജനപ്പെടും. ഞാൻ ആരെയും വിമർശിക്കുവാനോ ഏതെങ്കിലും വിധത്തിൽ പരാതിയായൊരു വാക്ക് പറയാനോ അല്ല. ഒരു പ്രചോദനം, ഒരു എൻകറേജ്മെൻ്റ് എന്ന നിലയിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്നിപ്പോൾ തോന്നുന്നത് അധികം താമസിയാതെ അനായാസമായി മനസ്സിലാകത്തക്കവണ്ണമുള്ള ആന്തരികമായ വളർച്ച ഏവർക്കും പ്രാപിക്കാൻ സാധ്യമാണ്. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ പരിമിതികൾ കൂടെ സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്.
ഞാൻ ഫിലോസഫി പഠിച്ചയാളല്ല. എന്നാൽ എന്നെ തന്നെ സ്വയം ഫിലോസഫി പഠിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരു 10 വർഷം മുൻപ് വായിച്ചിട്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നിരന്തരം പരിശ്രമിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ചിലതൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത അനേക കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം മനുഷ്യൻ്റെ ജീവിതം നിരന്തരമായ ഒരു പ്രയാണമാണ്. നമ്മുടെ ലക്ഷ്യം വളരെ മുൻപിലാണ്. മനുഷ്യ വളർച്ചയ്ക്ക് ഒരു അതിരില്ല. അവസാന ശ്വാസം വരെയും നാം വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷവും അനുഗ്രഹവും എന്നാണ് ഞാൻ കരുതുന്നത്. നാം എത്രമാത്രം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ല, ഇനിയും നമുക്ക് എത്രയോ പഠിക്കാനുണ്ട്. അതിനുള്ള സാവകാശവും അവസരവും അതിനുള്ള സന്ദർഭങ്ങളും ദൈവം തരുന്നല്ലോ എന്നോർത്തിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് കവിയാറുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും തുല്യരായി വിദ്യാർത്ഥികളാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉള്ളിൽ ആത്മാവ് ദാഹിക്കുന്നത് കൊണ്ട് നാം പരസ്പരം സഹകരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള എൻ്റെ അനുഭവത്തിൽ ഈ കണ്ണൂരിലെ സഹോദരനെ പോലെയുള്ള ആളുകൾ വളരെയധികം പ്രോത്സാഹനം നൽകുന്നു, സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നത് എനിക്ക് പൊതുവായി സമ്മതിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത്. ഇനിയും വാട്സാപ്പ് മെസ്സേജിലേക്ക് പ്രവേശിക്കാം. അതെനിക്ക് വന്നത് കാനഡയിൽ നിന്നാണ്. അത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ വാട്സാപ്പ് മെസ്സേജിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് മെസ്സേജ് അതുപോലെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണോ വേണ്ടായോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചു. അവസാനം അത് വേണ്ട. കാരണം അങ്ങനെ വായിപ്പിച്ച് അത് ടെക്സ്റ്റ് അതുപോലെ വായിച്ചാൽ ആരാണ് ഇത് എഴുതിയത് എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾക്കെങ്കിലും മനസ്സിലാകും. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അർത്ഥം, എൻ്റെ ഉള്ളടക്കം ഞാൻ പറയാം. അദ്ദേഹം ഞാനിതിന് മുൻപ് ചെയ്ത ഒരു വീഡിയോയെ പരാമർശിച്ചിട്ട് അവിടെ ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തികച്ചും അബദ്ധമാണെന്നും അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി എട്ടും പൊട്ടും അറിയില്ല എന്നും പരിശുദ്ധാത്മാവ് എന്നിലില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനമായ തെളിവായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ കുർബാന മധ്യത്തിൽ അച്ഛന്മാർ കൈകളിങ്ങനെ വിറപ്പിച്ച് പരിശുദ്ധാത്മാവിനെ ഇറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലരുടെ കൈത്തുമ്പിൽ കിടന്ന് തുള്ളുന്ന പാവയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് എന്ന് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, മാർത്തോമാ സഭയിലെ അച്ഛന്മാരുടെ കൈവിറപ്പിക്കൽ കണ്ടാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൈവിറപ്പിക്കലാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ മറ്റ് സഭയിലെ അച്ഛന്മാർക്കോ ബിഷപ്പുമാർക്കോ അങ്ങനെ കൈവിറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ഒരൊറ്റ അടിസ്ഥാനത്തിൽ അവർക്കാർക്കും പരിശുദ്ധാത്മാവില്ല എന്നത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ എൻ്റെ കൈ വിറപ്പിച്ച് കാണിച്ചപ്പോൾ അത് ആത്മാവിലല്ല എൻ്റെ കൈ വിറച്ചത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ട് ഒരു നന്മയും ഈ മുതുക്കനിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ച് സംസാരിക്കുകയല്ല. ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ മധ്യത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ ഇതാണ്. എല്ലാറ്റിനെയും പറ്റി ചില സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. ചെറുപ്പം മുതലേ പ്രാപിച്ച ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ അടയാളങ്ങൾ അന്ത്യശ്വാസം വരെയും അള്ളിപ്പിടിച്ച് അതിൽ നിന്ന് അല്പം പോലും ഒരു ഇടത്തോട്ടോ വലത്തോട്ടോ വ്യതിചലിക്കാൻ മനസ്സില്ലാതെ അതാണ് ദൈവത്തോട് കാണിക്കാവുന്ന വിശ്വസ്തതയുടെ പരിശുദ്ധിയെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വ്യക്തികൾ, വിശ്വാസികൾ വളരെയധികമാണ്. ഇതെന്നെ നന്നേ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചില അംശങ്ങൾ തിരിച്ചറിയുന്നത് ഏവർക്കും പ്രയോജനം നൽകും എന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നിങ്ങളതിൻ്റെ ശരിയായ അർത്ഥത്തിലും ആത്മാവിലും ഇതിനോട് പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന സങ്കല്പം, ഏതായാലും ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ നന്മ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിനെ മാനിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു.
പരിശുദ്ധാത്മാവിനെ പറ്റി യേശു നമുക്ക് നൽകിയ അറിവുകൾ അതിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഒരു ഫോർമുലയും അനുസരിച്ച് ആത്മാവ് പ്രവർത്തിക്കുകയില്ല. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആർക്കും അറിയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നസ്രയനായ യേശുവത്രേ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ചില പ്രത്യേക വിധത്തിൽ കൈവിറപ്പിക്കുന്നതിൽ മാത്രം ഒതുക്കി നിർത്താം എന്നൊരു സഭ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ആരിൽ നിന്നും കേട്ടാൽ, അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു പരിജ്ഞാനവും സാധ്യമല്ല. ഈ ഒരു അടയാളമില്ല എങ്കിൽ, അതായത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ മാന്യദേഹത്തിന് ആളുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് പോലെ അതേ വിധത്തിൽ ഇപ്പം ഇങ്ങനെ വന്നാൽ പരിശുദ്ധാത്മാവാണ്, ഇങ്ങനെ വന്നാൽ പരിശുദ്ധാത്മാവല്ല എന്ന വിധത്തിൽ ഒരു വ്യക്തിയുടെ ചിന്താതലങ്ങളെ രൂപപ്പെടുത്തി വച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന അപകടം നിങ്ങൾ തിരിച്ചറിയണം. ഈ വ്യക്തി എത്ര വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും, എത്ര ചിന്ത എന്ന കലയുടെ ഉസ്താദാണെങ്കിലും, മതപരമായ കാര്യം വരുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള വ്യക്തികൾ, ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം മാത്രമല്ല, ഞാൻ പറഞ്ഞ ഭൂരിപക്ഷം ആളുകളും ഇതേ തസ്തികയിലാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാനും ചില ചിന്തകൾ നിങ്ങളിലേക്ക് പകരുവാനും ആത്മാവ് എന്നെ വളരെയധികം ഹേമിച്ചിട്ട് മാത്രമാണ് ഞാനിതിലേക്ക് വന്നത്. അപ്പോൾ മതപരമായ മേഖലയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ചിന്താശക്തി 100% മരവിച്ചു പോകും. ഈ സമയത്ത് മൗലാന സിറാജുൽ ഹസൻ എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തിയെ ഞാൻ ഓർത്തു പോകുകയാണ്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ നാഷണൽ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹവും മൗലാന ഖാസ്മി എന്ന് പറയുന്ന വ്യക്തിയും അതിൻ്റെ നാഷണൽ പ്രസിഡൻറ്റ്, നാഷണൽ സെക്രട്ടറിയുമായിരുന്നു. ഇവർ രണ്ടുപേരും അന്ന് ഞാൻ ഡൽഹിയിലാണ്. ഞാൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് മൂവ്മെൻറ്റ്സിൽ വളരെ ആക്റ്റീവാണ്. ഇവർ രണ്ടുപേരും എന്നോട് വളരെ അടുപ്പം പാലിച്ചവരാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പല മീറ്റിങ്ങിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരുമായി മതപരമായ കാര്യങ്ങൾ വളരെയധികം സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഫലം വന്നോ എന്ന് ചോദിച്ചാലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് സാരമില്ല. അങ്ങനെ വളരെയധികം അനുഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം, അതായത് മൗലാന സിറാജുൽ ഹസൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത്, when it comes to religion, my people do not think. That is our greatest strength and our greatest weakness. മൗലാന സിറാജുൽ ഹസൻ ഇതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ഇവിടെ ഉദ്ധരിക്കാൻ കാര്യം, ഇത് നമ്മുടെ മതത്തിൽ മാത്രമല്ല, സംഘടിതമായ എല്ലാ മതത്തിലുമുള്ള പൊതുവായ ഒരു പകർച്ചവ്യാധിയാണ്. അതായത് മതം എന്ന് പറഞ്ഞാൽ ഉടനെ തലച്ചോറ് മരവിച്ചു പോവുക, മനുഷ്യ പ്രജ്ഞയറ്റ് ചിന്തിക്കുന്ന അപകടമാണ് എന്ന് മനസ്സിലാക്കുക. 500 വർഷങ്ങൾക്ക് മുൻപ് എപ്രകാരം കൈ വിറപ്പിച്ചോ അതുപോലെ മാത്രമേ ഇപ്പോഴും വിറപ്പിക്കാവൂ എന്ന് കട്ടായം പിടിക്കുക. ഇപ്പോൾ ഭാഗ്യവശാൽ 500 വർഷം മുൻപ് ഒരു കത്തനാരോ മെത്രാനോ ഈ കുർബാന നടത്തിയപ്പോൾ മൂക്കയിലൊരു ഈച്ച വന്നിരുന്നു. അത് പരിശുദ്ധാത്മാവ് ഈച്ച പോലെ വന്നിരുന്നതാണെന്ന് വിചാരിച്ച് ഇനിയും കുർബാന നടത്തണമെങ്കിൽ മൂക്കയിൽ ഈച്ച വരുന്ന ആരുടെയൊക്കെ മൂക്കയിൽ ഈച്ച വന്നിരിക്കുന്നു അവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കുർബാന നടത്താൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു പാരമ്പര്യം, എന്ന ഒരു കട്ടായം പിടുത്തം തീർച്ചയായും ഉണ്ടായേനെ, യാതൊരു സംശയവും വേണ്ട. കാരണം മതത്തിൽ പ്രവർത്തിക്കുന്ന ചിന്ത അപ്രകാരം തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സങ്കല്പം ആകെപ്പാടെയുള്ളത് പരിശുദ്ധാത്മാവ് കയറിയാൽ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും.
എന്നാൽ പരിശുദ്ധാത്മാവ് അനേക ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു. ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-21 വാക്യങ്ങളിൽ ആത്മാവ് പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കാറില്ല. അത് പെന്തക്കോസ്തുകാരോട്ട് കരിസ്മാറ്റിക്കാരോട്ട് ഇങ്ങനെ കൈവിറപ്പിച്ച ആത്മാവിനെ വരച്ച വരയിൽ നിർത്തുന്ന പാദ്രിമാർ തൊട്ട് അത് ഓരോ ഡിനോമിനേഷനിലുള്ള പ്രത്യേകത അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർബന്ധം പിടിക്കുന്ന ആളുകൾ ആരും തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും കാണും എന്നതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മാത്രവുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെന്ന് പറയുമ്പോൾ അത് അനേകമാണ്. എന്നാൽ അതിൽ ആകെപ്പാടെ 3 ദാനങ്ങളെ നമുക്ക് വേണ്ടൂ. തീർച്ചയായും മറുഭാഷ പറയണം, 2 പ്രവചനം വേണം, 3 രോഗശാന്തി വരം വേണം. അപ്പോൾ ഇത് 3 നമുക്ക് വേണം, ബാക്കിയൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവികമായ മർമ്മത്തിൻ്റെ അർത്ഥം എന്താണ്, അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചിന്താതികളാണെന്ന് തിരിച്ചറിയാനുള്ള ആത്മീകമായ വകതിരിവ്, വിവേചന ശക്തി, ആത്മാവിൻ്റെ തന്നെ ദാനമായ ഡിസേൺമെൻറ്റ്, വിവേചന ബുദ്ധി, പൊട്ടത്തരം ഏതാണ് ബുദ്ധി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അത് നമുക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ തീരെ ബാലിശ്യമായ അവസ്ഥയിലേക്ക് താണു പോകുന്നു, വളരുന്നതിന് പകരം തളർന്നു പോകുന്നു. ഇതുവരെ അറിഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു വിധത്തിലും ഞാൻ മുൻപോട്ട് പോകുകയില്ല. വളരുന്നത് എനിക്ക് നാണക്കേടാണ്. ഞാൻ ഇതുവരെ അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കേൾക്കുന്നത് എനിക്ക് ഭ്രാന്ത് വരുത്തും എന്നതാണോ നമ്മുടെ നേട്ടം? ഇതാണോ ക്രിസ്തുവിൻ്റെ മാർഗം? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതവും ദൗത്യവും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ യഹൂദ മതത്തെ പറ്റിയുള്ള അന്ന് നിലവിലിരുന്ന എല്ലാ ധാരണകളെയും വളരെ ശക്തമായ സങ്കല്പങ്ങളെയും യേശു ആദ്യം മുതൽ അവസാനം വരെ വിമർശിക്കുകയും പുതുക്കിപ്പണിയുകയും എല്ലാം നിവൃത്തിയാകേണ്ടതിന് പഴയ ചാക്കൊക്കെ എടുത്തു കളഞ്ഞ് പുതിയ വീഞ്ഞിനെ പുതിയ തുരുത്തിയിൽ മാത്രമേ വയ്ക്കാവൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. നമ്മളോ യേശുവിൻ്റെ പേരിൽ, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ഇങ്ങനെ തികച്ചും അർത്ഥശൂന്യമായ ചില സങ്കല്പങ്ങൾ അതിൽ അള്ളിപ്പിടിച്ച് കിടക്കണം എന്ന നിർബന്ധം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും യുവാക്കന്മാരും അല്ലെങ്കിൽ അവരെ കരുതുന്ന മാതാപിതാക്കന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് പുരോഹിതന്മാർ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയുകയല്ല, പറയുന്നതിൽ അർത്ഥവുമില്ല. ഇങ്ങനെ എന്തുകൊണ്ടാണ് ആളുകൾ ആവശ്യത്തിലധികം തീവ്രതയോടെ പ്രതികരിക്കുന്നത്? അപ്പോൾ ഈ കാനഡയിൽ നിന്ന് എനിക്ക് ലഭിച്ച പ്രതികരണം വളരെ ഈർഷ്യയോടും ഇംഗ്ലീഷിൽ പറയത്തില്ല, ഡിസ്പ്രപ്പോർഷനറ്റ് റിയാക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റിയാക്ഷൻ വിൽ ബി ഫാർ ഇൻ എക്സസ് ഓഫ് ആക്ഷൻ. അപ്പോൾ അതിനകത്തൊരു സൈക്കോളജി ഉണ്ട്. എന്താണ് ആ സൈക്കോളജിയുടെ പേരാണ് അസുരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി. മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇൻസെക്യൂർ ആകുന്നതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾക്കറിയാവുന്നതാണ്, എന്നാൽ ആർക്കെങ്കിലും അറിയാൻ വയ്യ എങ്കിൽ അവരുടെ ഉപയോഗത്തിന് പ്രയോജനത്തിന് ഞാൻ പറയുകയാണ്. നാം ഏതെങ്കിലും തികച്ചും തുച്ഛമായ ഒരാശയം, ഒരു വിധത്തിലും പ്രയോജനമില്ലാത്തത്, ഒരു വിധത്തിലും നീതീകരിക്കാൻ കഴിയാത്തത്, ഒരു വിധത്തിലും ഡിഫെൻഡ് ചെയ്യാൻ വയ്യാത്തത് ആയ ആശയങ്ങൾ നമ്മുടെ ആകെത്തുകയായി അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലറിയാം ഇത് വെറും അർത്ഥശൂന്യമായ ഒരു കാര്യമാണ്, ഇത് വെറും പിണ്ണാക്കാണ്, ഇതിലുകൊണ്ട് ഒരു കാര്യവുമില്ല. അതേസമയം തന്നെ ഇതിനപ്പുറത്തൊന്നും നാം ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇനി ഇതിനപ്പുറത്തുള്ള ഒന്നും എനിക്ക് അറിയാനും വേണ്ട, വയ്യ, എനിക്കത് താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്നൊരു വലിയ വിനയാണ്
എപ്പോഴും മതപരമായ കാര്യത്തിൽ വരുമ്പോൾ വലിയ അസുരക്ഷിതാവസ്ഥ. അതുകൊണ്ട് ആരെങ്കിലും ഞാൻ പറയുന്നതിന്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ സഭ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്പം ഒരു വ്യത്യാസം വന്നാൽ ഭയങ്കര റിയാക്ഷനാണ്. ഇപ്പോൾ സഭ പറഞ്ഞു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഇങ്ങനെ വിറയ്ക്കും. ഒരു വത്സന്തപോ എന്ന് പറയുന്ന ആൾ പറയുന്നു, അങ്ങനെ പരിശുദ്ധാത്മാവിനെ വിറപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അങ്ങനെയുള്ള ഓവർ റിയാക്ഷൻ വരുന്നതിൻ്റെ മറഞ്ഞിരിക്കുന്ന, എന്നാൽ അധികം മറഞ്ഞിരിക്കാത്ത ഒരു മർമ്മമാണ് ഞാൻ പറയുന്നത്. അതായത് whenever we attach our total loyalty to things completely inadequate, trivial, meaningless, which we ourselves deep down recognize to be trivial, inadequate and meaningless, എന്നാൽ അതിനപ്പുറത്ത് നമുക്കൊന്നും അറിയുകയും വേണ്ട എന്ന് വരുമ്പോൾ, ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു അപാകതയുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ കഴിയുമെങ്കിൽ ഉന്മൂലനാശം ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും പരിശുദ്ധമായ ധർമ്മമെന്ന് നാം ഇടയാകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യായമുണ്ട്. ആ അവസ്ഥയിലാണ് നസ്രയനായ യേശുവിനെ കൊന്നൊടുക്കിയാൽ തങ്ങൾക്ക് മതപരമായ സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്ന് അന്നത്തെ മഹാപുരോഹിതനായ കയ്യഫാസും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സുനഹദോസും അങ്ങനെ പടർന്നു കിടന്ന അന്നത്തെ പുരോഹിതവർഗമായ പരീശന്മാരും ശാസ്ത്രിമാരും ലേവ്യന്മാരുമൊക്കെ ധരിച്ചതും യേശുവിൻ്റെ ക്രൂശീകരണം അതിൻ്റെ അനന്തരഫലമാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു അപകടം, ദൈവത്തെ കൊല്ലുവാൻ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ കൊല്ലണം എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ധർമ്മരോഷം ജനിപ്പിക്കാൻ ഒരൊറ്റ കാര്യം മതി. അതെന്താണ്? തികച്ചും അർത്ഥശൂന്യമായ കാര്യങ്ങൾ, ഒരു വിധത്തിലും ന്യായീകരിക്കാത്ത, ആരും ന്യായീകരിക്കാൻ ശ്രമിക്കരുതാത്ത സങ്കല്പങ്ങൾ, അതുമാത്രമാണ് നിത്യമായ സത്യത്തിൻ്റെ ആകത്തുകയെന്ന് നിർബന്ധ ബുദ്ധിയോടെ അള്ളിപ്പിടിക്കുക. അത് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ മനസ്സാക്ഷി അതിനെതിരെ ആക്രോശിച്ചിട്ടും പ്രതിഷേധിച്ചിട്ടും അത് തന്നെ അള്ളിപ്പിടിച്ചിരിക്കുക. കാരണം ചെറുപ്പം മുതലേ ഇത് മാത്രമാണ് എനിക്ക് ലഭിച്ച പരിശീലനം. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പാണ്, കാരണം ഞാൻ യാക്കോബക്കാരനാണ്, മാർത്തോമക്കാരനാണ്. മാർത്തോമ മുയലിന് 11 കൊമ്പും ഓർത്തഡോക്സ് മുയലിന് 7 കൊമ്പും പെന്തക്കോസ്തുകാരൻ്റെ മുയലിന് 1 കൊമ്പും, പിന്നെ അല്ലാത്തവരുടെ മുയലിന് കൊമ്പൊന്നുമില്ല എന്നെങ്കിലും സമ്മതിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. ഈ എരിവ് കൊണ്ടാണ്, അറിവില്ലാത്ത എരിവ് കൊണ്ടാണ് നാം സ്വർഗത്തിലേക്ക് പോകാനായിട്ട് മുണ്ടും അലക്കി തേച്ച് നിൽക്കുന്നത് എന്ന ദുഃഖകരമായ, നാം എല്ലാവരും മറത്തഴിച്ച് വിലപിക്കേണ്ട ഈ ഒരു അവസ്ഥ ഏവരും തിരിച്ചറിയണം. അതുകൊണ്ടാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന പേരിൽ ഒരു ചെറിയ സംഗമം, ചിന്തിക്കുന്ന ആളുകളുടെ സംഗമം സൃഷ്ടിക്കണമെന്ന് ഉയരത്തിൽ നിന്ന് എന്നെ പ്രേരിപ്പിച്ചത്. ഞാനൊരു യൂട്യൂബറല്ല. അതുകൊണ്ട് എത്ര പേർ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നത് എൻ്റെ പ്രശ്നമല്ല. എനിക്കാകെപ്പാടെ ഒരു കടമയുള്ളൂ. എനിക്ക് ലഭിക്കുന്ന ആത്മീയമായ പരിജ്ഞാനം അത് കേൾക്കുവാനും അതിൻ്റെ ഗുണഫലം അനുഭവിപ്പാനും താല്പര്യമുള്ളവരിലേക്ക് പകരുക മാത്രവുമല്ല, വിശ്വാസത്താൽ വരുന്ന തലമുറകളിൽ ആർക്കെങ്കിലും ഇതിന് താല്പര്യമുണ്ടെങ്കിൽ, ഈ വ്യക്തി മണ്ണടിഞ്ഞു പോയതിന് ശേഷം ആരെങ്കിലും ഇത് കണ്ടുമുട്ടുന്നു, അവരുടെ ആത്മീയമായ ആവശ്യങ്ങളിൽ ഇത് ഉതകുന്നു, അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സാധ്യതയുണ്ട് എന്നും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം, എനിക്കിത് ലഭിക്കുന്ന കൃപകൾ, നൽകിക്കൊണ്ടേയിരിക്കുന്ന കൃപകളനുസരിച്ച് ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിൽ അനേകം പേർ
അതങ്ങനെ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിൻ്റെ ആത്മീയമായ മൂല്യത്തെ അംഗീകരിക്കുകയും അതിനോട് സഹകരിക്കുകയും അതുകൊണ്ട് വ്യക്തിപരമായി അനുഗ്രഹം പ്രാപിക്കുകയും മറ്റുള്ളവരും ആ നന്മ പ്രാപിക്കട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടെ അവരുടെ ശ്രദ്ധയിലും ഇത് പെടുത്തുവാനായി അനേകരിത സ്വയം ഉത്തരവാദിത്വ ബോധത്തോടെ ഇതിൽ സക്രിയമായി പങ്കെടുക്കുന്നു എന്ന വലിയ സന്തോഷം വിനയത്തോടെ ഞാൻ സന്നിധിയിൽ സമ്മതിക്കുകയും ഏറ്റുപറയുകയും അവരെ ദൈവം കൂടുതൽ കൂടുതൽ ആത്മാവിൽ ശക്തീകരിക്കട്ടെ. നമ്മുടെ കാലഘട്ടത്തിൽ ഒരാത്മീയമായ ഉണർവ് ഉണ്ടാകുവാൻ ഇപ്രകാരമുള്ള വ്യക്തികളുടെ ചുമതലബോധം അതിൻ്റെ പരിശുദ്ധിയിൽ ഉയരത്തിൽ നിന്ന് ദൈവികമായ ആ ബുദ്ധിയിൽ തന്നെ മനുഷ്യബുദ്ധിയിൽ കവിയുന്ന ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അതിനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യം നിങ്ങളൊരു കാര്യം ദയവായി മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ആശയം അവതരിപ്പിക്കുമ്പോൾ ആശയം മനസ്സിലാകട്ടെ, അല്ലെങ്കിൽ മനസ്സിലായി വരണം, കുറച്ചുകൂടെ തെളിഞ്ഞു വരണം എന്ന ആ ഒരു വലിയ ആഗ്രഹത്തിൽ പലപ്പോഴും എക്സാജറേഷൻസ് ആവശ്യമായി വരും. പലപ്പോഴും ഈ പെട്ടെന്ന് ചിന്തിക്കുന്ന ഉദാഹരണങ്ങൾ അത് അവതരിപ്പിക്കുമ്പോൾ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് വരും. അങ്ങനെ വരരുത്, ഞാൻ എന്നെ ന്യായീകരിക്കുകയല്ല. പക്ഷേ അത് മനുഷ്യ സഹജമായ ഒരു പരിമിതിയാണ്, പോരായ്മയാണ്. എന്നിൽ അതുണ്ട് എന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ എല്ലാം തികഞ്ഞവനായിട്ടല്ല ഈ ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ എന്നെ വിളിച്ചവൻ സകലത്തിനും മതിയായവനാണ് എന്ന് 100% വിശ്വസിക്കുകയും അതിൽ ശങ്കയ്ക്ക് മാർജിനില്ലാതെ ഞാൻ എൻ്റെ നെഞ്ചിലേറ്റി ഈ ദൗത്യം നിർവഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ പരിമിതി ഓർത്ത് ഞാൻ എവിടെയെങ്കിലും പോയി തല അല്ലെങ്കിൽ മുഖം മറച്ച് നിന്നേനെ. ഞാൻ ഈ ഗോളത്തിൽ നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അനിവാര്യതയാണ് എന്ന് എനിക്ക് അതീതമായി വർത്തിക്കുന്ന ദൈവിക സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഹേമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് നിർവഹിക്കുന്നത് എന്നുകൂടെ ഏവരോടും ഒരിക്കൽ കൂടെ ഓർമ്മിച്ചുകൊണ്ടും നമ്മുടെ ഈ ദൗത്യത്തിൻ്റെ തുടർന്നുള്ള നിർവഹണത്തിൽ നിങ്ങളേവരും സക്രിയമായി പങ്കെടുക്കുമെന്ന പ്രത്യാശയോടും അതിനുവേണ്ടി മുന്നമേ ഏവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു.